ധ്രുവന്റെ അസ്ത്രങ്ങളേറ്റ് മുറിവേറ്റ യക്ഷന്മാർ ധ്രുവനെ ശ്ലാഘിക്കുകയാണ് ചെയ്തത്, പ്രശംസിക്കുകയാണ് ചെയ്തത്. തുടർന്ന് കേൾക്കാം നമുക്ക്. ചവിട്ടേറ്റ പാമ്പുകളെ പോലെ ക്രുദ്ധരായ ആ യക്ഷന്മാരും പ്രതികാരവാഞ്ഛയോടെ 6 ബാണങ്ങൾ വീതം ഒരേ സമയത്ത് ധ്രുവന് നേരെ പ്രയോഗിച്ചു. 3 ആയുധങ്ങൾ, 3 ശരങ്ങളാണ് ധ്രുവൻ പ്രയോഗിച്ചതെങ്കിൽ ഇവർ ഓരോരുത്തരും 6 ശരങ്ങൾ തിരിച്ചു പ്രയോഗിച്ചു. പ്രശംസിച്ചിട്ട് നിർത്താൻ ഭാവമൊന്നുമില്ല. ശ്രേഷ്ഠമായത് കണ്ടാൽ അതിനെ അനുമോദിക്കുക, അത് ചെയ്തു. പക്ഷേ അത് കർത്തവ്യ നിർവഹണത്തിന് തടസ്സമല്ല. അപ്പൊ ഇവിടെ അവർ ധ്രുവനെ പ്രശംസിച്ചു, പക്ഷേ ധ്രുവനുമായിട്ടുള്ള യുദ്ധം നിർത്താൻ തയ്യാറായില്ല. അടുത്ത സെക്കൻഡിൽ ഇവർക്ക് പ്രതികാര വാഞ്ഛയാണ് ഉണർന്നത്. എത്ര പെട്ടെന്ന് ഇവരുടെ മനസ്സിൽ വികാരങ്ങൾ കടന്നു പോകുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ആദ്യം പ്രശംസിക്കുകയാണ് ചെയ്തത്. പ്രശംസിക്കണം എന്നുണ്ടെങ്കിൽ അത്ഭുതം ഉണ്ടാവണം. പിന്നെ അവർക്കുണ്ടാവുന്നത് പ്രതികാര വാഞ്ഛയാണ്, അപ്പോൾ ദേഷ്യം ഉണ്ടാവണം. ചവിട്ടേറ്റ പാമ്പുകളെ പോലെ ക്രുദ്ധരായ ആ യക്ഷന്മാരും പ്രതികാര വാഞ്ഛയോടെ 6 ബാണങ്ങൾ, 3 ഇങ്ങോട്ട് വന്നതെങ്കിൽ ഇരട്ടി, 6 ബാണങ്ങൾ വീതം ഒരേ സമയത്ത് ധ്രുവന് നേരെ പ്രയോഗിച്ചു. 13 അയുധം, ഒരയുധം എന്ന് പറഞ്ഞാൽ 10,000 പേര്. അപ്പൊ 13 അയുധം ഭടന്മാരും ഒരേ സമയം, 13 അയുധം ഭടന്മാരും ഒരേ സമയം പരിഘം, വാള്, പാശം, ശൂലം, മഴു, വേൽ, ഋഷ്ടി, ഭുഷുണ്ടി തുടങ്ങിയ ആയുധങ്ങളും വേഗത വർദ്ധിപ്പിക്കാനായി തൂവലുകൾ ചേർത്ത് കെട്ടിയ ശരങ്ങളും രാജാവിൻ്റെയും സാരഥിയുടെയും നേർക്ക് പ്രയോഗിച്ചു. അപ്പം ഇവർക്ക് പ്രായോഗിക ജീവിതത്തിൽ നിന്ന് കുറച്ചൊക്കെ ഫിസിക്സ് മനസ്സിലായിട്ടുണ്ട് എന്നാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ജീവിച്ച് മുന്നോട്ട് പോകുമ്പം ശാസ്ത്രങ്ങൾ പലതും ആവശ്യമായത് നമുക്ക് സ്വായത്തമാകും. അതിന് പ്രത്യേക പഠനം നടത്തേണ്ട ആവശ്യമില്ല. ശരങ്ങൾക്ക് വേഗത കൂട്ടാൻ അതിൽ തൂവലുകൾ ഘടിപ്പിച്ചാൽ മതി എന്ന് ഇവർ കണ്ടെത്തി. അത് ജീവിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിൽ നിപുണരാകാൻ, ജീവിത നൈപുണ്യം നേടാൻ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ കരഗതമാകുന്ന അറിവുകളാണത്. ഇത് ആർക്കും സാധ്യമാണ്, നമുക്കും. അപ്പം അവർ തൂവലുകൾ വേഗത വർദ്ധിപ്പിക്കാനായി തൂവലുകൾ ചേർത്ത് കെട്ടിയ ശരങ്ങളും രാജാവിൻ്റെയും സാരഥിയുടെയും നേർക്ക് പ്രയോഗിച്ചു. പ്രകോപിതരായ കുബേര ഭടന്മാർ പ്രതികാര വാഞ്ഛയോടെ നാനാഭാഗത്തു നിന്നും ശരങ്ങൾ വർഷിച്ചു. ധ്രുവനും ധ്രുവന്റെ സാരഥിയും മാത്രം. ഇതൊന്ന് ഭാവന ചെയ്യേണ്ടതാണ്. 13 അയുധം, 10,000 ഇൻറ്റു 13, അത്രയും ഭടന്മാരാണ് ഈ യുദ്ധത്തിനുണ്ടായിരുന്നത്. ഇവിടെ ധ്രുവൻ ഒറ്റയ്ക്കും. കയ്യിൽ കിട്ടിയ സകല ആയുധങ്ങളും അവർ പ്രയോഗിച്ചു. അത് പോരാഞ്ഞിട്ട് വേഗത കൂട്ടാൻ വേണ്ടിയിട്ട് ശരങ്ങളിൽ തൂവൽ കെട്ടിയിട്ട് അത് തൂവലോടുകൂടിയ ശരങ്ങൾ അതും പ്രയോഗിച്ചു. അതിഘോരമായ അസ്ത്രവർഷമേറ്റ് ദേഹമാസകലം ആച്ഛാദിതനായ ആ ഉത്താനപാദസുതൻ അനുസ്യൂതവും അളവറ്റതുമായ ജലവർഷത്താൽ മൂടപ്പെട്ട പർവ്വതത്തെ പോലെ തൊട്ടടുത്തുള്ളവർക്കു പോലും അദൃശ്യനായി ഭവിച്ചു. ഈ അമ്പുകൾ ആ രാജാവിനെയും സാരഥിയെയും ആകെ അങ്ങ് മൂടി. എങ്ങനെ മൂടിയെന്നാ പറഞ്ഞത്? അനുസ്യൂതവും അളവറ്റതുമായ ജലവർഷത്താൽ മൂടപ്പെട്ട പർവ്വതത്തെ പോലെ. ഇപ്പൊ ഈ വ്യാസഭഗവാൻ തൻ്റെ ചുറ്റുപാടുകളിലും നടക്കുന്ന കാര്യങ്ങളെ സശ്രദ്ധം വീക്ഷിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അത് കാരണം അദ്ദേഹത്തിൻ്റെ കവിതയിലെ ഉപമകളൊക്കെ അങ്ങനെയാണ്. അനുസ്യൂതവും അളവറ്റതുമായ ജലവർഷത്താൽ മൂടപ്പെട്ട പർവ്വതത്തെ പോലെ ഉത്താനപാദസുതൻ തൊട്ടടുത്തുള്ളവർക്കു പോലും അദൃശ്യനായി ഭവിച്ചു. അവർക്ക് പോലും കാണാൻ പറ്റാതെ ആയി. അയ്യോ, കഷ്ടം കഷ്ടം. മനുവംശ സൂര്യനായ ധ്രുവൻ
യക്ഷന്മാരാകുന്ന സമുദ്രത്തിൽ മുങ്ങിത്താണ് നശിച്ചു പോയല്ലോ എന്നും മറ്റും ഈ മഹായുദ്ധം സ്വർഗത്തിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സിദ്ധന്മാർ ഉറക്കെ പറഞ്ഞ് നിലവിളിച്ചു. കാഴ്ചക്കാരുണ്ട് ഇതിനല്ല, അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഇന്ന് റോട്ടിൽ രണ്ട് കൂട്ടർ തല്ലുകൂടിയാൽ ആ തല്ലുകൂടുന്നവരെ പിടിച്ചു മാറ്റാനല്ല ആളുകൾ കൂടുന്നത്, ആ തല്ലുകൂടുന്നത് കാണാനാണ്. ഇന്നാണെങ്കിൽ അതെല്ലാം വീഡിയോയിലെടുത്ത് അത് ഉടനെ വൈറലാക്കാൻ നോക്കുകയും ചെയ്യും. പണ്ട് എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവുകയില്ല. അന്ന് കാഴ്ചക്കാരായിട്ടുണ്ടായിരുന്നത് സിദ്ധന്മാരാണ്. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ പാവങ്ങൾ പേടിച്ചുപോയി. അപ്പോൾ അവർ നിലവിളിക്കാൻ തുടങ്ങി. ഉറക്കെ പറഞ്ഞ് നിലവിളിച്ചു എന്നാണ് പറയണത്. യോ കഷ്ടം കഷ്ടം, മരുവംശ സൂര്യനായ ധ്രുവൻ യക്ഷന്മാരാകുന്ന സമുദ്രത്തിൽ, കാരണം അത്രയുണ്ട്, 13 ആയുധമുണ്ട്, യക്ഷന്മാരാകുന്ന സമുദ്രത്തിൽ മുങ്ങിത്താണ് നശിച്ചു പോയല്ലോ എന്ന് സിദ്ധന്മാര് ഉറക്കെ പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. യക്ഷന്മാർ ഉച്ചത്തിൽ ആർപ്പു വിളിക്കുകയും തങ്ങളുടെ വിജയം ആഘോഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കെ മഞ്ഞിൻ്റെ മറയിൽ നിന്ന് സൂര്യൻ പുറത്തേക്ക് വരുന്നതുപോലെ ധ്രുവന്റെ രഥം ആ ശരപഞ്ചരത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായി കാണപ്പെട്ടു. എന്തൊരു ഉപമയാണെന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഭംഗിയുള്ള ഉപമ. മഞ്ഞിൻ്റെ മറയിൽ നിന്ന് സൂര്യൻ പുറത്തേക്ക് വരുന്നത് പോലെ, പതുക്കെയായിരിക്കും, പുറത്തേക്ക് വരുന്നത് പോലെ ധ്രുവന്റെ രഥം ആ ശരപഞ്ചരത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായി കാണപ്പെട്ടു. അപ്പൊ യക്ഷന്മാരെന്താ ചെയ്തത്? സിദ്ധന്മാര് ഉറക്കെ പറഞ്ഞ് നിലവിളിച്ചപ്പോൾ, കരഞ്ഞപ്പം സിദ്ധന്മാരെന്ത് ചെയ്തു? സിദ്ധന്മാര് ആർപ്പ് വിളിക്കുകയും തങ്ങളുടെ വിജയം ആഘോഷിക്കുകയും ചെയ്തു. അപ്പോഴാണ് മഞ്ഞിൻ്റെ മറയിൽ നിന്ന് സൂര്യൻ പതുക്കെ പുറത്തേക്ക് വരുന്നത് പോലെ ധ്രുവൻ ആ ശരക്കൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഭഗവാൻ ശ്രീഹരിയുടെ അനുഗ്രഹം സിദ്ധിച്ച അവൻ്റെ ധനുസ് അലൗകികവും അനന്യശക്തിയുള്ളതും ആയിരുന്നു. ഈ ധനുസ്സിനെ ഒന്നും ഭഗവാൻ അനുഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടില്ല. 5 വയസ്സ് പ്രായമായ ഒരു ബാലൻ്റെ കയ്യിൽ അന്ന് തപസ്സിന് പോയപ്പം ഒരു ധനുസ്സും ഉണ്ടായിരുന്നില്ല. അനുഗ്രഹിച്ച് ധനുസ് കൊടുത്തതായിട്ടും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അനന്യശക്തിയുള്ളതും, അതായത് ഭഗവാൻ ശ്രീഹരിയുടെ അനുഗ്രഹം സിദ്ധിച്ച അവൻ്റെ ധനുസ് അലൗകികവും അനന്യശക്തിയുമുള്ളതായിരുന്നു. അവൻ്റെ ധനുസ്, അവനാണ് ശ്രീഹരിയുടെ അനുഗ്രഹം കിട്ടിയത്. ശ്രീഹരിയുടെ അനുഗ്രഹം ആർക്കാണോ കിട്ടുന്നത് അവരുടെ ആയുധങ്ങൾ അനന്യശക്തിയുള്ളതും അലൗകികവും ആയിരിക്കും. ആരെയാണോ ഭഗവാൻ കടാക്ഷിക്കുന്നത് അവർ പ്രവർത്തിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വളരെ ശ്രേഷ്ഠമായതായിരിക്കും. അതായത് ആ ഉപകരണങ്ങളിലൂടെ പുറത്തു പ്രകടമാകുന്ന അവരുടെ കഴിവുകൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് അലൗകികവും അനന്യശക്തിയുള്ളതും ആയിരിക്കും. അപ്പം നമ്മുടെ കഴിവുകളെ അതിൻ്റെ പൂർണ്ണതയിൽ പ്രകടിപ്പിക്കുവാൻ അനിവാര്യമായതാണ് ഈശ്വരാനുഗ്രഹം. ഈശ്വരാനുഗ്രഹം എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകളെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടെത്തിക്കാൻ. അതിൻ്റെ ഞാണൊലി തന്നെ ശത്രുക്കൾക്ക് ദുഃഖമുളവാക്കുന്നതായിരുന്നു. മാനം മൂടി നിൽക്കുന്ന മേഘസമൂഹത്തെ കാറ്റടിച്ചു പറത്തുന്നത് പോലെ ധ്രുവൻ തൻ്റെ ശരങ്ങൾ കൊണ്ട് യക്ഷന്മാർ പ്രയോഗിച്ച ആയുധങ്ങളെയൊക്കെ നിഷ്ഫലമാക്കി. അപ്പം ഈ ശരപഞ്ചരം മൂടിയത് താത്കാലികം മാത്രം. ഇതിൽ നിന്ന് മറ്റൊരു കാര്യവും കൂടി നമുക്ക് വ്യക്തമാക്കി തരികയാണ് ഭഗവാൻ വ്യാസൻ. ഈശ്വരാനുഗ്രഹം കൊണ്ട് അലൗകികവും അനന്യശക്തിയും ഉള്ള ആളായാലും ജീവിതത്തിൽ ഇടയ്ക്ക് ഇങ്ങനെ മൂടപ്പെട്ടു പോകും. ശരങ്ങളാൽ, ദുഃഖങ്ങളാൽ മൂടപ്പെട്ട് മറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഈശ്വരാനുഗ്രഹം ഉണ്ടായിരിക്കാം, എങ്കിലും ഇതെല്ലാം സംഭവിക്കാം. അതായത് ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം കിട്ടിയതിന് ശേഷവും ഇതേപോലെ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും.
ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുമ്പോൾ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ഈശ്വരാനുഗ്രഹം കൊണ്ട് അതിനെയൊക്കെ പതുക്കെ 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 അതിജീവിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് മഞ്ഞിൻ്റെ മറയിൽ നിന്ന് സൂര്യൻ പുറത്തേക്ക് വരുന്നത് പോലെ പെട്ടെന്നല്ല, പതുക്കെ വരിക. അപ്പൊ ഈ ശരപഞ്ചരം മൂടി കണ്ടു നിൽക്കുന്നവർക്കൊക്കെ, സിദ്ധന്മാർക്കൊക്കെ കഷ്ടം തോന്നി. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ പറഞ്ഞേനെ ഈശ്വരോപാസന ചെയ്തിട്ട് ഇപ്പം എന്താ കാര്യം, അയാളുടെ ഗതി കണ്ടില്ലേ? യക്ഷന്മാരുടെ ശരങ്ങളാൽ മൂടപ്പെട്ട് കിടക്കുകയാണ്. യക്ഷന്മാരുടെ ശരങ്ങൾ എന്നുള്ളത് ജീവിത ദുഃഖങ്ങളായിട്ട് എടുക്കുക. ജീവിതത്തിലുണ്ടാകുന്ന പ്രാരബ്ധ ദുഃഖങ്ങളാൽ മൂടപ്പെട്ട് കിടക്കുകയാണ്. ഈശ്വരോപാസന കൊണ്ട് എന്താ കാര്യം? ഉപാസന നേടിയിട്ടും ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ അല്ല, അത് താത്കാലികം മാത്രമാണ്. അതിനെ പതുക്കെ അതിജീവിക്കാൻ സാധിക്കും. ആ അതിജീവിക്കാൻ സഹായിക്കുന്നത് എന്താണ്? ശ്രീഹരിയുടെ അനുഗ്രഹം കൊണ്ട്, ഭഗവാൻ ശ്രീഹരിയുടെ അനുഗ്രഹം സിദ്ധിച്ച അവൻ്റെ ധനുസ് അലൗകികവും അനന്യശക്തിയും. അപ്പം ശ്രീഹരിയുടെ അനുഗ്രഹമാണ് ജീവിതത്തിലുണ്ടാകുന്ന താൽക്കാലികമായ സെറ്റ് ബാക്കുകളിൽ നിന്ന് പുറത്തേക്ക് വരാൻ സഹായിക്കുന്നത്. അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാകും. പക്ഷെ അതിൽ നിന്നൊക്കെ ഈശ്വരാനുഗ്രഹമുള്ളവർക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് വരാൻ സാധിക്കും. അതുകൊണ്ട് ഈശ്വരാനുഗ്രഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാനം മൂടി നിൽക്കുന്ന മേഘസമൂഹത്തെ കാറ്റ് അടിച്ചു പറത്തുന്നത് പോലെ, ആദ്യം പതുക്കെയായിരുന്നു ആ സൂര്യൻ വരുന്നത് പോലെ എന്ന് പറഞ്ഞത്, ഇപ്പം കാറ്റ് മേഘങ്ങളെ അടിച്ചു പറത്തുന്നത് പോലെ ധ്രുവൻ തൻ്റെ ശരങ്ങൾ കൊണ്ട് യക്ഷന്മാർ പ്രയോഗിച്ച ആയുധങ്ങളെയൊക്കെ നിഷ്ഫലമാക്കി. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ മേഘങ്ങൾ താനെ പറന്നു പോയതല്ല, തൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. അപ്പം നമ്മൾ ദുഃഖങ്ങൾ കൊണ്ട് മൂടപ്പെട്ട് കഴിഞ്ഞാലും ഈശ്വരോന്മുഖമായി സഞ്ചരിക്കുമ്പോൾ പ്രയത്നിക്കണം. ഈശ്വരാനുഗ്രഹത്തോടു കൂടിയുള്ളതാണ് ആ പ്രവൃത്തി എന്നുള്ളത് കൊണ്ട് അത് ഫലവത്തായി തീരും, അതിലൊന്നും സംശയമില്ല. അതാണ് ഈ ഭാഗത്ത് ഈ കഥ വിവരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഉള്ളത്. മാനം മൂടി നിൽക്കുന്ന മേഘസമൂഹത്തെ കാറ്റ് അടിച്ചു പറത്തുന്നത് പോലെ ധ്രുവൻ തൻ്റെ ശരങ്ങൾ കൊണ്ട് യക്ഷന്മാർ പ്രയോഗിച്ച ആയുധങ്ങളെ ഒക്കെ നിഷ്ഫലമാക്കി. എണ്ണത്തിൽ കൂടുതലവർ. അപ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തോന്നും നമ്മൾ ഒറ്റപ്പെട്ടു പോയി, നമ്മൾ മാത്രമേ ഉള്ളൂ. യുദ്ധക്കളത്തിൽ, ജീവിതമാകുന്ന യുദ്ധക്കളത്തിൽ ഒറ്റയ്ക്കാണ് നമ്മൾ, ആരുമില്ല. ഒരു സാരഥിയാണ് ആകെ ഉള്ളത്. പലപ്പോഴും സാരഥി പോലും നമുക്കുണ്ടാവാറില്ല, നമ്മൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ദുഃഖിക്കാനുള്ള കാരണങ്ങൾ വന്നു ചേരുകയാണ്. താൽക്കാലികമായിട്ട് നമ്മളൊന്ന് മറയ്ക്കപ്പെട്ടേക്കാം, പക്ഷേ ഈശ്വരാനുഗ്രഹം കൊണ്ട് അലൗകികവും അനന്യശക്തിയുള്ളതുമായ നമ്മുടെ കഴിവുകളെ നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കും. പ്രയോഗിക്കാൻ ശ്രമിക്കണം, അത് വിജയിക്കും. അതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. ധ്രുവൻ തൻ്റെ ഉഗ്രധനുസിൽ നിന്ന് തൊടുത്തുവിട്ട തീക്ഷണങ്ങളായ ബാണങ്ങൾ രക്ഷസുക്കളുടെ കവചങ്ങളെ ഭേദിച്ചു. ഇന്ദ്രൻ പ്രയോഗിച്ച വജ്രായുധങ്ങൾ പർവ്വതനിരകളെ എന്ന പോലെ അവ ശരീരഭാഗങ്ങളിലേക്ക് തുളച്ചു കയറി. അർദ്ധചന്ദ്രാകൃതിയിലുള്ള അമ്പുകളാൽ ഛേദിക്കപ്പെട്ട യക്ഷയോദ്ധാക്കളുടെ മനോഹരങ്ങളായ കിരീടകുണ്ടലങ്ങളാൽ അലങ്കൃതമായ ശിരസുകളാലും സ്വർണവർണ്ണമാർന്ന താലവൃക്ഷങ്ങൾ പോലെയുള്ള തുടകളാലും വളകൾ അണിഞ്ഞ ചേതോഹരങ്ങളായ കൈകളാലും അമൂല്യങ്ങളായ രത്നഹാലങ്ങൾ, തോൾവളകൾ, കിരീടങ്ങൾ, തലപ്പാവുകൾ എന്നിവയാലും മൂടപ്പെട്ട് കിടന്ന ആ യുദ്ധഭൂമി വീരന്മാരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ പ്രശോഭിച്ചു. അപ്പൊ അവിടെ തടസ്സങ്ങളെ മുഴുവൻ ധ്രുവൻ ഇല്ലാതാക്കി. ധ്രുവൻ ഇതൊറ്റയ്ക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. മറ്റവരും ഈശ്വരാനുഗ്രഹം ഉള്ളവർ തന്നെയാണ്, കാരണം ശ്രീരുദ്രന്റെ അനുചരന്മാരാണ്. പക്ഷേ ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഈ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ദുഃഖങ്ങളെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. ആ മറികടന്നു കഴിഞ്ഞാൽ നമുക്ക് എതിരായിട്ട് വന്നിട്ടുള്ള ദുഃഖങ്ങൾ
നമ്മളെ താൽക്കാലികമായിട്ട് മ്ലാനതപ്പെടുത്തിയ, നമ്മളെ താൽക്കാലികമായിട്ട് മൂടിയ, നമ്മളുടെ സന്തോഷത്തിന് താൽക്കാലികമായിട്ട് മങ്ങലേൽപ്പിച്ച ആ ദുഃഖങ്ങൾ ഈശ്വരാനുഗ്രഹത്തോടു കൂടിയ നമ്മുടെ പ്രവർത്തനങ്ങളാൽ ഇല്ലാതാകുമ്പോൾ അവ നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റ് കൂട്ടുകയേ ഉള്ളൂ. അതാണ് ഈ വീരന്മാരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ പ്രശോഭിച്ചു എന്ന് പറയുന്നത്. ഈ വന്ന യക്ഷന്മാരുടെ കൂട്ടങ്ങളെ, അത് ദുഃഖങ്ങളുടെ കൂട്ടങ്ങളായിട്ട് എടുക്കുക. മ്ലാനതയേൽപ്പിക്കുന്ന, മങ്ങലേൽപ്പിക്കുന്ന, ജീവിതത്തെ തന്നെ ഒരു പക്ഷെ ഇല്ലാതെയാക്കുമോ എന്ന് തോന്നുന്ന ജീവിത ദുഃഖങ്ങളാൽ മൂടപ്പെട്ട് കഴിഞ്ഞാൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് പ്രയത്നിച്ചതിനെ ഇല്ലാതാക്കുമ്പോൾ ഇല്ലാതായി തീരുന്ന ആ ദുഃഖങ്ങൾ ജീവിതത്തിൻ്റെ മാറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. നമുക്കൊന്നുകൂടി ആ ഭാഗം ശ്രദ്ധിച്ച് കേൾക്കാം. ധ്രുവൻ തൻ്റെ ഈ പറഞ്ഞ ഈ അർത്ഥബോധം മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് കേൾക്കണം. ധ്രുവൻ തൻ്റെ ഉഗ്രധനുസിൽ നിന്ന് തൊടുത്തുവിട്ട തീക്ഷണങ്ങളായ ബാണങ്ങൾ രക്ഷസുകളുടെ യക്ഷന്മാരും രക്ഷസുകളുടെ കവചങ്ങളെ ഭേദിച്ചു. ഇന്ദ്രൻ പ്രയോഗിച്ച വജ്രായുധങ്ങൾ പർവ്വതനിരകളെ എന്ന പോലെ അവ ശരീരഭാഗങ്ങളിലേക്ക് തുളച്ചു കയറി. അർദ്ധചന്ദ്രാകൃതിയിലുള്ള അമ്പുകളാൽ ഛേദിക്കപ്പെട്ട യക്ഷയോദ്ധാക്കളുടെ മനോഹരങ്ങളായ കിരീടകുണ്ടലങ്ങൾ മനോഹരങ്ങളായ കിരീടകുണ്ടലങ്ങളാൽ അലങ്കൃതമായ ശിരസ്സുകളാലും സ്വർണവർണ്ണമാർന്ന താലവൃക്ഷങ്ങൾ പോലെയുള്ള തുടകളാലും വളകളണിഞ്ഞ ചേതോഹരങ്ങളായ കൈകളാലും അമൂല്യങ്ങളായ രത്നഹാരങ്ങൾ, തോൾവളകൾ, കിരീടങ്ങൾ, തലപ്പാവുകൾ എന്നിവയാലും മൂടപ്പെട്ട് കിടന്ന ആ യുദ്ധഭൂമി വീരന്മാരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ പ്രശോഭിച്ചു. പറഞ്ഞാൽ ഇവരെ തലയും കൈയും കാലും ഒക്കെ അറ്റുപോയി എന്നാണ് ഈ പറയണത്. പക്ഷെ തലയും കായും കാലും ഒക്കെ അറ്റുപോയപ്പോൾ ആ യുദ്ധഭൂമി വികൃതമാവുകയല്ല ചെയ്തത്. ശരീരഭാഗങ്ങൾ അറ്റുപോയപ്പോൾ ആ യുദ്ധഭൂമി കൂടുതൽ പ്രശോഭിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതൊരു ക്രൂരമായ വർണ്ണനയാവില്ലേ അങ്ങനെ എടുത്താൽ? ഒരുപാട് പേരുടെ തലയും കയ്യും കാലും ഒക്കെ വെട്ടി മുറിഞ്ഞു കിടക്കുന്ന യുദ്ധഭൂമി വീരന്മാരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന യുദ്ധഭൂമിയാണ് എന്ന് പറഞ്ഞാൽ വ്യാസഭഗവാൻ യുദ്ധക്കൊതിയനാണ് എന്ന് അല്ലേ അതിൻ്റെ അർത്ഥം? അഹിംസയാണ് പരമമായ ധർമ്മമെന്ന് മഹാഭാരതത്തിലൂടെ ഉദ്ഘോഷിച്ച ഈ മഹാമനീഷി അങ്ങനെ ആവാൻ വഴിയില്ല. അപ്പോൾ ഇതിനെ അങ്ങനെ മനസ്സിലാക്കിയാൽ ശരിയാവില്ല. ഈശ്വര സാക്ഷാത്കാരാനന്തരം പോസ്റ്റ് മെഡിറ്റേറ്റീവ് ജീവിതത്തിലും പോസ്റ്റ് സമാധി ജീവിതത്തിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകും, ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും. ജീവിതത്തെ തന്നെ ഇല്ലാതെയാക്കത്തക്ക വിധത്തിൽ പല ദിക്കുകളിൽ നിന്നും ജീവിത ദുഃഖങ്ങൾ ജീവിത ദുഃഖങ്ങൾ വന്നു മൂടാം. പക്ഷെ ഈശ്വരാനുഗ്രഹം കൊണ്ട് അലൗകികവും അനന്യശക്തിയുമുള്ള ആയുധങ്ങൾ കൈകളിലുണ്ട്. അതായത് പ്രവർത്തനക്ഷമരാണ് എന്നുള്ളത് കൊണ്ട് അതിനെയെല്ലാം അതിജീവിക്കാൻ സാധിക്കും. അതിജീവിച്ച് കഴിയുമ്പോൾ അവ ജീവിതത്തെ ഇല്ലാതാക്കാൻ വേണ്ടി വെമ്പി വന്ന ദുഃഖ ശതങ്ങൾ ജീവിതത്തിൻ്റെ മാറ്റ് കൂട്ടും. ക്ഷത്രിയ ശ്രേഷ്ഠനായ ധ്രുവന്റെ ശരങ്ങളേറ്റ് മുറിപ്പെട്ട അവയവങ്ങളോട് കൂടിയവരും കൊല്ലപ്പെടാതെ ശേഷിച്ചവരുമായ രക്ഷോഗണങ്ങൾ സിംഹത്തോടേറ്റ് പരാജയപ്പെട്ട ഗജവീരന്മാരെ പോലെ, എന്താ വർണ്ണന! സിംഹത്തോടേറ്റു പരാജയപ്പെട്ട ഗജവീരന്മാരെ എന്ന പോലെ യുദ്ധരംഗത്ത് നിന്ന് പലായനം ചെയ്തു. അവര് ഓടിപ്പോയി. അതായത് ഈ ദുഃഖം മുഴുവൻ ഇല്ലാണ്ടായി. എന്നാൽ പിന്നെ ഇനിയും ദുഃഖം ഉണ്ടാവില്ല? അങ്ങനെയല്ല. അതിങ്ങനെ വന്നും പോയും ഒക്കെ ഇരിക്കും. ദുഃഖങ്ങൾ ജീവിതത്തിൽ വരികയും പോവുകയും ചെയ്യും. അവ വരാതിരിക്കുകയൊന്നുമില്ല. പക്ഷെ അവയെ അതിജീവിക്കുവാനുള്ള ശക്തി ഈശ്വരാനുഗ്രഹം കൊണ്ടുണ്ടാകുമെന്ന് മാത്രമല്ല, ജീവിതത്തിന് മ്ലാനതയേൽപ്പിക്കുന്ന ദുഃഖങ്ങൾ അതിജീവിച്ച് കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ മാറ്റ് കൂട്ടുന്നതുമായിരിക്കും. രക്ഷോഗണങ്ങളെല്ലാം തോറ്റ് തുന്നമ്പാടി തിരിച്ചുപോയി.